സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്, എല്ലാവർക്കും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും. ഈ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ വിളിക്കുന്ന കോളും വരുന്ന കോളും റെക്കോർഡ് ചെയ്യണം. അത് പല ആളുകളും നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, കോൾ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന്. എങ്കിൽ ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാതെ ഇതിൻ്റെ അടിയിൽ കമന്റിൽ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് മുമ്പാകെ ലൈവായിട്ട് തന്നെ കോൾ റെക്കോർഡ് ചെയ്യുന്നതും സംസാരിക്കുന്നതും അതെല്ലാം പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് സൈസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. വീഡിയോക്ക് കൂടെ ഞാനൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ലിങ്ക് ലഭിക്കാൻ വേണ്ടി ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഉണ്ടാക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ടെക്സ്റ്റ് ചെയ്തതിൻ്റെ താഴെ മോർ എന്നുള്ള ബട്ടൺ കാണിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൂടി നിങ്ങൾക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോ വ്യക്തമായി കാണിച്ചത്. കൂട്ടുകാർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും. അവിടെ നിങ്ങൾ താഴെ കാണുന്ന ഗെറ്റ് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ കാണുന്നത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അലോ പെർമിഷനൊക്കെ കൊടുക്കുക. പെർമിഷൻ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ ചോദിക്കുക, ഓക്കെ കൊടുക്കുക, വീണ്ടും അലോ ചെയ്യുക. അലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോകും. സെറ്റിംഗ്സിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് പല ഫോണും വ്യത്യസ്തമായിരിക്കും. സാംസങ്ങിലായതുകൊണ്ടാണ് ഇൻസ്റ്റാൾ എന്ന ആപ്പ് കാണുന്നത്. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് ഉണ്ടാവും. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് അതൊന്ന് എനേബിൾ ചെയ്യുക. ഓഫുള്ളത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ഓക്കെ എന്നുള്ള ബട്ടണിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിന്ന്, അതൊരു ഒരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം മറ്റുള്ള ആളുകൾ കോൾ റെക്കോർഡ് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാസ്വേഡ് ഞാൻ 1 2 3 4 കൊടുത്തു. ഇനി നമുക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കുക. കാരണം അത് റിക്കവർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഇമെയിൽ ഐ ഡിയും കൂടി അതിൽ കൊടുക്കുക. ഇത്ര മാത്രമേ ഈ ആപ്പിനുള്ളിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റിൽ കാണുന്നത് നിങ്ങൾ ഓൺ ആണോ എന്ന് പ്രത്യേകം നോക്കണം. അതുപോലെ തന്നെ പിൻ പാറ്റേൺ അപ്പോൾ നമ്മൾ ഓൾറെഡി ലോക്കാക്കി സെക്യൂരിറ്റി ഇമെയിൽ നമ്മൾ കൊടുത്തു. തീം നമുക്ക് ചേഞ്ച് ചെയ്യാം. റെക്കോർഡിംഗ് പാത്ത് ഏത് ഫോൾഡറിലേക്കാണ് പോകേണ്ടത് നോക്കാം. റെക്കോർഡിംഗ് മോഡ് അതിലൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ കാണുന്ന വോളിയം ഒന്ന് ജസ്റ്റ് കൂട്ടി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഒന്നുകൂടി ശബ്ദം കൂടുതൽ ലഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഡിലീറ്റ് ഈ മെസ്സേജ് നമുക്ക് 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സിൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിലാണ് സെറ്റിംഗ്സ് ഉണ്ടാവുക. ഏറ്റവും മുകളിലുള്ള 3 ലൈൻ നിൽക്കിയാലാണ് അവിടെ നമുക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കുക. ഇത്ര മാത്രമേ ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആർക്കാണോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കോള് ഈ ആപ്പിനുള്ളിലല്ല ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇൻകമിംഗ് കോളും ഔട്ട് ഗോയിങ് കോളും എല്ലാം നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫോൾഡറിലായിരിക്കും ആ ഒരു വീഡിയോസൊക്കെ ഓഡിയോസ് ഉണ്ടാവുക. ഇനി നമുക്ക് മൊബൈലിൽ റെക്കോർഡ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ സ്ക്രീൻ റെക്കോർഡറിലായിരുന്നു നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നത്. കാരണം സ്ക്രീൻ റെക്കോർഡറിൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും കാണിച്ചു തന്നു. ഇനി കോൾ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ കഴിയും. കാരണം അത് നമുക്ക് റെക്കോർഡിങ്ങും സ്ക്രീൻ റെക്കോർഡിങ്ങും കോൾ റെക്കോർഡിങ്ങും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. നമ്മൾ നേരത്തെ ഒരു 4 പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പാസ്വേഡ് 1 2 3 4 അത് കൊടുക്കുമ്പോൾ ചെറിയൊരു പരസ്യം ഓപ്പൺ ആയി വരും. ആ പരസ്യം കണ്ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇത്ര ഉണ്ടാവുള്ളൂ. നമുക്ക് നേരത്തെ പറഞ്ഞ സെറ്റിംഗ്സിൽ വേറെ ചെയ്യേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പാറ്റേണിലൊക്കെ മാത്രമേ കൊടുക്കാവുള്ളൂ. വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമുക്ക് വോളിയത്തിൻ്റെ ഇത് നമുക്ക് കൂട്ടി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 25 ഒരു 20 ആക്കാം. എൻ്റെ പുതിയ മൊബൈൽ ആയതുകൊണ്ട് വോളിയം അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഇത് 20 ആക്കണ്ടേ. ഓക്കെ, 18 ആക്കി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആർക്കാണോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആളെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ആർക്കും കോൾ ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ സുഹൃത്ത് നൗഫലിനെ ഒന്ന് കോൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവർക്ക് ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. റിംഗ് ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കുന്നത്. കോൾ എടുത്താൽ മതിയായിരുന്നു. നല്ല ക്വാളിറ്റി കിട്ടും. അതായത് അത് പരിചയപ്പെടുത്താൻ കാരണം നല്ല HD ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, ആള് ഹലോ, അസ്സലാമു അലൈക്കും. എന്താ പാട്? എവിടെയുള്ളത്? പിന്നെ നാളത്തെ പാട്, നാളെ പോട്ടെ മണ്ണാർക്കാട്. ഞാൻ വീഡിയോ റെക്കോർഡിങ്ങിലാണ്. കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ഞാനിത് ജസ്റ്റ് കോൾ റെക്കോർഡിങ് ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പോൾ പല കോൾ റെക്കോർഡിങ്ങിനും ശബ്ദം ഇങ്ങോട്ട് കേൾക്കും അങ്ങോട്ട് കേൾക്കും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു അടിപൊളി ആപ്പ് കിട്ടിയപ്പോഴേ അപ്പോൾ എനിക്ക് വിളിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞു. നമുക്കിത് റെക്കോർഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ.
ഇപ്പം അത് കോൾ ചെയ്തു, ഞാൻ കട്ടാക്കി. ഇനി നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ എവിടെ? ഓക്കെ, ഇതായിരുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആണോ, ഇവിടെ തന്നെ ജസ്റ്റ് ഉണ്ടോ നൗഫൽ കെ എന്ന് വന്ന് കഴിഞ്ഞു. ഞാൻ സംസാരിച്ച കോള് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്തു. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പറ്റേ ഇവിടെ കോൾ എടുത്തിട്ടില്ല, ബെല്ലടിക്കണുള്ളൂ. സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്യാം. നമുക്കിത് ഈ റെക്കോർഡിങ് കഴിഞ്ഞ് കഴിക്കണമെങ്കിൽ ആവശ്യമില്ലാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്യാം. മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി കോൾ റെക്കോർഡ് കാണിച്ചു തരാം. വേറെ ഒരാൾക്കും കൂടി നമ്മളൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, എനിക്ക് അറിയുന്ന നമ്പർ ജസ്റ്റ് 98 47 75 ആവും. ഓക്കെ, ഈ നമ്പറിലേക്ക് 1-2 നമ്പർ എനിക്ക് കാണാതാനുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആൾക്കും കൂടെ ഒന്ന് കോൾ ചെയ്ത് നോക്കണ്ടേ. അതും കൂടി ഒന്ന് മാത്രം റെക്കോർഡായ പോരല്ലോ, 2-3 റെക്കോർഡാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഫോൺ എടുക്കുന്നവരെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. കുഞ്ഞുമാക്ക് അസ്സലാമു അലൈക്കും. എന്തെങ്കിലും വർത്താനം? എവിടെ, ഷോപ്പിലാ, ഹോട്ടലാ? ഓക്കെ. ഞാൻ നമ്മളെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു കോൾ റെക്കോർഡിങ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വീഡിയോ ഉണ്ടാക്കിയേനി. ഇപ്പം ഇന്നലെ മറ്റേ ഫ്രീ കോളിൽ നിങ്ങളെ നേരെ വിളിച്ചത്. കാണാതെ അറിയുന്ന നമ്പർ ഇങ്ങനത്തെ ഉള്ളൂ. തോന്നരുത്, തിരക്കിൻ്റെ ഇടയിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ആൻഡ്രോയിഡിൽ കോൾ റെക്കോർഡിങ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് കേൾക്കും, ഇങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റെക്കോർഡിങ് കേൾക്കും. അങ്ങനത്തെ ഒരു ആപ്പാണ്. ഓക്കെ, ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കാണിച്ചു നോക്കട്ടെ, നിങ്ങൾ സംസാരിച്ച് റെക്കോർഡ് ആകണ്ടോന്ന് ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അവിടെ കട്ടാക്കി. ഓക്കെ, കട്ടാക്കിയതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്തു. ഇവിടെ നേരത്തെ നൗഫൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ നേരത്തെ ഈ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കാം. കേട്ടോ, ആ നമ്പർ വന്നിട്ടുണ്ട്, ഇവിടെ കാണാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ക്വാളിറ്റി? അടിപൊളിയല്ലേ? ഇത് ഇനി കിട്ടുന്നില്ല എന്ന് പറയരുത്. എൻ്റെ ഫോൺ സാംസങ്ങിലാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇത് സാംസങ്ങിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പം ബാക്കിയുള്ള ഫോൺ 100% വർക്കിംഗ് ആണ്. സാംസങ്ങിലാണ് പല കോൾ റെക്കോർഡിങ്ങും വർക്ക് ചെയ്യാത്തത്. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ബൈ.